മലയാള സിനിമയിൽ ഒരു സിനിമാ നടി ഉം. മുത്തുവിനെ അവഗണിച്ചു. അയ്യോ, അതെന്താ മുത്തു കഥ? അവഗണിച്ചോ? അതാണ് എന്റെ ചോദ്യം. അവഗണിച്ചോ? അതാണ് എന്റെയും ചോദ്യം, അവഗണിച്ചോ എന്നുള്ളത്. അതായത് മുത്തുവിനൊരു മൊമെന്റോ മൊമെന്റ് ആ ഒരു ആത്മവിശ്വാസം തരുമ്പം ഒരു പുച്ഛം, അല്ലെങ്കിൽ ഇവനൊക്കെ ഞാൻ കൊടുക്കണോ മൊമെന്റോ എന്നൊരു തോന്നൽ. എന്നെ പുച്ഛിക്കാൻ ഞാൻ ആരായിട്ട? ഞാൻ ആരുമല്ല. ആരായിരുന്നു നടി? സീരിയസ്ലി അത് മമത മോഹൻദാസ് ആണ്. പക്ഷേ അവര് സീരിയസ്ലി പുച്ഛിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും അദ്ദേഹമായിട്ട് യാതൊരു പരിചയവുമില്ല, മുൻപരിചയവുമില്ല. അതിലൊരുപാട് കമന്റുകൾ വന്നു. ആ കമന്റിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടൊരു കമന്റ്, ഇവർ തമ്മിൽ എന്തോ മുൻ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ജന്മത്തിൽ വല്ലതും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല, ഞാൻ മുൻപരിചയം എനിക്കില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ പ്രേംപാറ്റ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആ ഒരു പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കമ്പനിയുടെയും ലോഞ്ചിന് വെച്ചിട്ടാണ്. അവിടെ മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്ന കണ്ടു. ഞാൻ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആരാന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത് മമത മാമ ആണ് എന്ന് മനസ്സിലായത്. അപ്പോൾ സ്റ്റേജിൽ മൊമെൻറ്റോ തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയി വാങ്ങിയിട്ട് വന്നു. ഇത്രേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ക്യാമറ കണ്ണുകളിലൂടെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് എന്തോ തോന്നി. ജനങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. അതെ, പറയുകയും ചെയ്തു. പക്ഷേ അവരേത് സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്നോട് വൈരാഗ്യം വരാൻ മാത്രം, അല്ലെങ്കിൽ എന്നോട് പുച്ഛം വരാൻ വേണ്ടി മാത്രം യാതൊരു പരിചയമില്ല.